ആരാ പേര് പറഞ്ഞ കാര്യം എല്ലാവരുടെയും ഇത്രയും സഹകരിച്ചു പോകുന്ന ഒരു ഹോസ്പിറ്റല് ഞാൻ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്ന ഈ അനുഭവം, ഈ പരിശ്രമവും, ഈ പ്രയാസങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിക്കാൻ കൂടി എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ പറയുന്നതിന് പുറത്ത് ഇവിടെ വന്ന് എല്ലാം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മന്ത്രിക്ക് പരിമിതികളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും ആ രീതി നിന്നുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കണം എന്ന് മാത്രം വളരെ ചുരുങ്ങിയ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. MLA ശ്രീ KP മജീദ്, ബഹുമാന്യനായിട്ടുള്ള നഗരസഭാ ചെയർമാൻ ശ്രീ KP മുഹമ്മദ് കുട്ടി അടക്കം ബഹുമാന്യരായ ജനപ്രതിനിധികൾ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആധ്യക്ഷം വഹിക്കുന്നവരുൾപ്പെടെ എല്ലാ ബഹുമാന്യരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളെ, DHSും DMOയും DPMും സൂപ്രണ്ടും ഒക്കെ അടക്കം എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ വൈകിയാണ് ഈ പരിപാടി നടക്കുന്നത്. സാധാരണ ഒരിക്കലും ഇങ്ങനെ താമസിക്കാറില്ല. പക്ഷേ ഓരോ സ്ഥലത്തും വളരെ വളരെ ഏറെ ആളുകൾ സന്നിഹിതരാവുകയും അപ്പൊ അവരെ കാണുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പോഴുമൊക്കെ അങ്ങനെ സമയം എടുത്തു ആണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ദീർഘമായൊരു സംഭാഷണം ഉചിതമല്ല. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ. ഈ ആശുപത്രിയെ സംബന്ധിച്ചതിന്റെ വികസനത്തിനുള്ള താല്പര്യമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഒരു അഭിനന്ദനവും NQASൽ തിരൂരങ്ങാടി ആശുപത്രി പൂർണ്ണമായി NQAS അക്രഡിറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ NQAS അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് 261 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ്. അതിൽ കൂടുതലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് താലൂക്ക് തലം മുതലുള്ള ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്. അപ്പൊ ഈ ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഈ പ്രവർത്തനം അങ്ങനെയുള്ള ആശുപത്രികളിൽ നമുക്ക് നടത്തണം. അപ്പോഴാണ് ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാവുകയുള്ളൂ. അപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം 233 സ്ഥാപനങ്ങൾ NQAS ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആകെയുള്ളത് 261. അങ്ങനെയാണ് ഈ ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലുള്ള ആശുപത്രികൾ NQASന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയത്. അതിൽ പൂർണ്ണമായി നമുക്ക് NQAS അക്രഡിറ്റേഷൻ തിരൂരങ്ങാടിക്ക് ലഭിച്ചു എന്നുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഈ ടീമിന്റെ പ്രവർത്തനത്തിന്റെ മികവാണ് എന്ന് ഞാൻ പൂർണ്ണമായി കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂം സംവിധാനങ്ങളും ആ നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നിവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒന്ന് STP ആണ്, മലിനജല സംസ്കരണ പ്ലാന്റ്. അതിൽ ആരോഗ്യ കേരളം വഴി 1 കോടി രൂപയും തിരൂരങ്ങാടി നഗരസഭ 50 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ആ STP യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത മെറ്റബോളിക് 360 ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്. അപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ലഭിക്കുമ്പോൾ കേരളം നമ്മൾ ആലോചിച്ചത്, ഒന്ന് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിനായി ഇത് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിർത്തുക മാത്രമല്ല, ആ നിലയിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, അവിടെ ഡയറ്റീഷ്യനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സമഗ്രമായ കാര്യങ്ങൾ പരിശോധിച്ച് രോഗനിയന്ത്രണം, രോഗപ്രതിരോധം അത് സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളുള്ളവർ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും ഇത് സാധ്യമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെ അതിമനോഹരമായിട്ട് അത് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി, നമ്മുടെ കാരുണ്യ ഫാർമസികൾ സർക്കാരിന്റെ ഒരു ജനകീയ ഇടപെടലാണ്. കാരണം ഏറ്റവും അധികം മരുന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിലും സർക്കാർ
ഒരു ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ പല ആശുപത്രികളും ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസായി ആവശ്യമുള്ള മരുന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മളൊരു പനി വന്നാൽ, തൊണ്ടവേദനയായാൽ, ഒന്ന് ചുമയായാൽ പോയി ഫാർമസിയിൽ പോയി പാരസെറ്റമോളും ആന്റിബയോട്ടിക്കും വാങ്ങിച്ച് കഴിക്കരുത്. ആന്റിബയോട്ടിക് ഒരിക്കലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുത്. ഇനി ആന്റിബയോട്ടിക് എഴുതുകയാണെങ്കിലും അതിനൊരു കാറ്റഗറി ഉണ്ട്. വളരെ ഏത് ആന്റിബയോട്ടിക് ആദ്യം കൊടുക്കാം, രണ്ടാമത് ഏത് കൊടുക്കാം, മൂന്നാമത് ഏത് കൊടുക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 2050 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ പോകുന്നത് ഇതുകൊണ്ടാണ്. എന്താണെന്നറിയോ? ഈ രോഗാണുക്കൾ മരുന്നിന് മീതെ പ്രതിരോധം ആർജിക്കും. അതിന് പറയുന്ന പേരാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, AMR. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ആവശ്യമുള്ള മരുന്നുകൾ മാത്രമേ സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുക്കാറുള്ളൂ. ഒരു ഇടപെടൽ നടത്തി, നമ്മുടെ ജനകീയ ഇടപെടലാണ് കാരുണ്യ ഫാർമസി. ഇപ്പൊ കാരുണ്യ ഫാർമസികൾ വഴി, തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികൾ വഴി ക്യാൻസർ മരുന്നുകൾ ഏറ്റവും വില കുറച്ച് നൽകുന്നു. 1 ലക്ഷം രൂപയുടെ മരുന്ന് 12,000 രൂപയ്ക്ക്, 42,000 രൂപയുടെ മരുന്ന് 4,000 രൂപയ്ക്ക്. ആ മാർജിൻ, അതായത് ഒരു ലാഭവും ഇല്ലാതെ KMCL കാരുണ്യ ഫാർമസികൾ വഴി അത് ലഭ്യമാക്കിയാണ് ക്യാൻസർ മരുന്നുകൾ. ഇപ്പൊ സെലക്റ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ ഒരു കാരുണ്യ ഫാർമസിയാണ്. അത് കൂടുതൽ കാരുണ്യ ഫാർമസികളിലേക്ക് ക്യാൻസർ മരുന്നുകൾ, സാന്ത്വന കാരുണ്യ സ്പർശം എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി ഇവിടേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ 24-25 ബജറ്റിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ ഡയാലിസിസ് കെട്ടിടം, 1 കോടി രൂപ ചെലവിൽ ആരോഗ്യ കേരളത്തിന്റെ പുതിയ കണ്ണിന്റെ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ NHM ഫണ്ട് ഉപയോഗിച്ച് 10 kV സോളാർ സംവിധാനം ഒരുക്കുക, നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡയാലിസിസ് ഓപ്പറേഷൻ തിയേറ്റർ ഉൾക്കൊള്ളുന്ന ഒരു നമ്മുടെ ആ കെട്ടിടത്തിലേക്കുള്ള ലിഫ്റ്റ് ഒരുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും NHM വഴി ഇവിടെ പാലിയേറ്റീവ് കെയറിലേക്കും ഒഫ്താൽമോളജിയിലേക്കും നമ്മൾ ഒരു ഡോക്ടേഴ്സിനെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പരമാവധി വേക്കൻസി 27 ഡോക്ടേഴ്സാണ്, തസ്തികകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ, സൂപ്രണ്ടിന്റെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് ഉടനെ തന്നെ DHSന്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആശുപത്രിയിൽ കൺസൾട്ടന്റ് ഒക്കെ വേക്കന്റ് ആയിരുന്നു. അതിന് കാരണം നമ്മളൊരു 2010 അവസാനമായിട്ട് സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അതിന്റെ മറ്റ് നടപടികൾ, പ്രൊമോഷൻ നടക്കേണ്ടത്. ഒരു 14 വർഷത്തിനിപ്പുറം നമ്മൾ അതിന് വലിയ ഒരു ഭഗീരഥ പ്രയത്നം നടത്തുന്നുണ്ട്. അപ്പോൾ അതില് KGMOയുടെ കൂടി സഹായം ഞാൻ തേടിയിട്ടുണ്ട്. അവരെ പൂർണ്ണ സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്, CR ലഭ്യമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 15 വർഷത്തിന് ശേഷം നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പ്രൊമോഷൻ സാധ്യമാക്കി സംസ്ഥാനത്തെ മുഴുവൻ വേക്കൻസികളും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സൂപ്രണ്ടിന്റെ മാത്രമാണ് കാണുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, അനധികൃതമായിട്ട് കുറേയേറെ പേർ ജോലിയിൽ ഇല്ലാതെയുണ്ട്. ജോലി ലഭിക്കാതെ നമ്മുടെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അപ്പൊ കർശനമായ പല ഫയലുകളും നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകളാണ്. എങ്ങനെയാണെന്നറിയാം, എന്നിട്ട് അവസാനം ഇവർ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോൾ അതിനൊരു 2 വർഷം മുമ്പോ 1 വർഷം മുമ്പോ വരുമ്പോൾ സർക്കാർ കോടതിയിലേക്ക് പോകും. കോടതിയിലെ സർക്കാർ പറയും, ഇല്ല, ഇത്ര നാൾ അനധികൃത അവധിയായിരുന്നു. അപ്പൊ കോടതി പറയും, ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നടപടി സ്വീകരിച്ചില്ല. ഇങ്ങനെ കുറെ ഫയലുകൾ നമ്മുടെ മുന്നിൽ വന്നു. അങ്ങനെ ഞാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും DHS ഇവിടെ ഉണ്ട്, DME ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരിടത്തും തടയാൻ പാടില്ല. ഒരു ആശുപത്രിയിൽ ഒരാൾ, ഡോക്ടർ മാത്രമല്ല ആരാണെങ്കിലും വരാതെ ഇരുന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. 15 ദിവസം അവധിയാണെങ്കിൽ 16ാമത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കണം. 16ാമത്തെ ദിവസം റിപ്പോർട്ട് ചെയ്താൽ ആ അനധികൃത അവധിയിൽ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിച്ച് അതിൽ നിയമപരമായി ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ DHSൽ തന്നെ 81 ഡോക്ടേഴ്സിനെയാണ് ഇപ്പോ ഈ അനേക വർഷങ്ങളായിട്ട്. പിന്നീട് ഇത് ഖജനാവിന് ഈ പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് കോടതിയുടെ മുന്നിൽ പോകുമ്പോൾ നിൽക്കില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ നമുക്ക് ലഭിക്കേണ്ട, സാധാരണക്കാർക്ക് ലഭിക്കേണ്ട, അതിനുവേണ്ടി വിനിയോഗിക്കേണ്ട തുക മറ്റു ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ
അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ചിലയിടത്തുണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ നമുക്ക് തസ്തികയുണ്ടോ? ഉണ്ട്. എന്നാ നമുക്ക് അവിടേക്ക് ഇപ്പോൾ കൺസൾട്ടന്റ് തസ്തികയിലാണ് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ആളുകളെ നിയമിക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അനധികൃതമായിട്ട് ലീവിലുള്ള സംബന്ധിച്ച് 10, 12, 15 വർഷത്തേക്ക് നമ്മളുടെ മുന്നിൽ കേസുകൾ വന്നിട്ടുണ്ട്, ഫയലുകൾ എടുപ്പിച്ചിട്ടുണ്ട്. ഫയലുകൾ പലപ്പോഴും പലയിടത്തും നമ്മൾ പറയില്ലേ പൂഴ്ത്തി വെച്ചിരിക്കുന്നു. അതേപോലെ അതെടുത്ത് അതിൽ നടപടി സ്വീകരിച്ച് ജോലി ലഭിക്കട്ടെ. നമ്മുടെ കുട്ടികൾ പുറത്തില്ലേ, അവർ ജോലിയിലേക്ക് വരട്ടെ, അവർ ജോലിയിൽ പ്രവേശിക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. PSC വഴി അർഹരായിട്ടുള്ളവർക്ക് ഈ തസ്തികകളിലൊക്കെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡോക്ടർ തസ്തിക മാത്രമല്ല കേട്ടോ, മറ്റെല്ലായിടത്തും അതേ ഒരു പ്രവർത്തനം നടന്നു വരുന്നുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി പറഞ്ഞത് ആണ്. എല്ലാവരോടും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരുടെയും നിങ്ങൾ കൈകൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ആശുപത്രി ഇത്ര മനോഹരമാകുന്നത്. ഞാൻ താലൂക്ക് ആശുപത്രി നമ്മുടെ ജില്ലാ ആശുപത്രി സന്ദർശന വേളയിൽ വന്നപ്പോൾ രാത്രിയായിരുന്നു അന്ന്. നമ്മുടെ ഡയാലിസിസിന്റെ അവിടെ എല്ലാം പോയി കണ്ട് നമ്മുടെ ആശുപത്രി മുഴുവൻ സന്ദർശിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരൂരങ്ങാടി മികച്ച നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്, അതിന് തിരൂരങ്ങാടിയും ഉണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.